ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള മൂൺ ഗോഡസ് കോച്ചർ എന്നാണ് കേട്ടോ. അൺസ്റ്റിച്ചഡ് സെൽവാർ മെറ്റീരിയലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഹാൻഡ് വർക്കൊക്കെ കൂടിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നത്. അതായത് 2024 സെപ്റ്റംബർ 30-നാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത് 2025 സെപ്റ്റംബർ 20-നാണ്. അതായത് ഒരു വർഷത്തിന് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ പാടന്നെ എന്നോട് അൺബോക്സ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് എന്നും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നൊക്കെ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. എനിക്കുണ്ടായ ഒരു അനുഭവത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത് ഇവരുടെ ബയോയിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ ഇവരെ കിട്ടില്ല. ഇവർ പറയുന്നത് 70 to 90 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. അതും കഴിഞ്ഞ് ഇപ്പം കുറേ ദിവസം കഴിഞ്ഞു പോയല്ലോ. ഞാൻ ഇതിനിടയ്ക്ക് ഒരുപാട് തവണ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു വർഷമൊക്കെ ആവാനായിട്ട് പോലും എനിക്ക് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവരെ വിളിക്കുമ്പോഴും അതുപോലെ തന്നെ ഇവർ ഇങ്ങോട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ സ്ഥാപനത്തിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു മെയിൽ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു ഇത് പറ്റിയതല്ലേ, കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയും പൈസയും കൊടുത്തിട്ട്, അതും എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പൈസയും കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, അത് പ്രത്യേകിച്ച് വേറൊരാൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഡേക്കൊക്കെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ. ഇങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് അധികം ഡിലേ വന്നിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്ന്. അതാണ് എനിക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നി. പിന്നെ വെച്ചാൽ കസ്റ്റമർ സർവീസ്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഇത്ര പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, എത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇവർക്ക് വേണ്ടി തന്നെ വേറൊരു സാധനം കൂടി ഇതിന് മുൻപ് ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയൊന്നും ഡിലേ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇത് നോക്കുമ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി, 1 ഇയറോളം ലേറ്റായി. പിന്നെ വെച്ചാൽ പ്രൊഡക്റ്റിനെ പറ്റി നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാമല്ലേ. ഇതാണ് എനിക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തോട്ടെ. അപ്പോൾ കുറേ നേരം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാനിത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. മെറ്റീരിയൽ ഇങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ്, അത്യാവശ്യം വർക്കുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഹെവി ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലീവിൻ്റെ ഭാഗമാണ്. നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വർക്കാണ് കേട്ടോ. എൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കും. ഇവർ വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ. സത്യസന്ധമായിട്ട് പറയണമല്ലോ, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഒരുപാട് നീളമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു സൽവാർ മെറ്റീരിയലിൻ്റെ നീളമൊന്നും അല്ല. ഒരുപാട് നീളത്തിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു 5-5.5 മീറ്റർ എന്തായാലും വരും തോന്നുന്നു.
പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മോശവും നമുക്ക് പറയാനില്ല. പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഒരു മോശവും പറയാനില്ല. അത്രയും നല്ല ഈ ഒരു റേറ്റിൽ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു റേറ്റിൽ നമുക്ക് അത്രയും വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ, നല്ല ജോർജറ്റ്, നല്ല തരം ജോർജറ്റിൽ നല്ല വർക്ക്, നല്ല ഹെവി ഹാൻഡ് വർക്കിൽ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയൊരു എനിക്ക് മോശമായിട്ടുള്ള അനുഭവം വന്നിട്ടുള്ളത് ഈ ഒരു കസ്റ്റമർ സർവീസും ഇത്രയും പ്രൊഡക്റ്റ് ഇത്രയും ഡിലേ ആയിട്ട് വരുന്നത് മാത്രമാണ്. അല്ലാണ്ട് പ്രൊഡക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് മോശമായിട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്നല്ല പറയുന്നത്. ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അവർ പറഞ്ഞ വർക്കിംഗ് ഡേയ്സിനെക്കാട്ടും കുറച്ചും കൂടി ഡിലേ ആയി, പക്ഷെ കിട്ടിയ സാധനം അടിപൊളിയായിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടുന്നത് അടിപൊളി പ്രൊഡക്റ്റാണ്. പക്ഷെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.